പ്രൈസ് ദ ലോർഡ്. തബീദാസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ജ്ഞാനത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ വരാറുണ്ട്. പല സന്ദർഭങ്ങളിലും ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് കുറ്റബോധമുള്ളവരായി ഇപ്പോഴും ജീവിക്കേണ്ട ചില അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. നാം ഇന്ന് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഓരോ കഴിവുകളും സ്വയം നാം ആർജിച്ചവയല്ല, ദൈവം അത് ദാനമായി നൽകിയതാണ്. എന്നാൽ ശരിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിച്ചെന്നു വരില്ല. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ശലോമോൻ ദൈവത്തോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു: ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. അതിൻ്റെ താഴേക്കുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവിടുന്ന് നമ്മെ നനയ്ക്കാത്ത വിധത്തിൽ അനുഗ്രഹിക്കും. ശലോമോന് വിവേകത്തോടൊപ്പം ജ്ഞാനവും മാത്രമല്ല, തനിക്ക് മുൻപും പിൻപും ആർക്കുമില്ലാത്ത അളവിലുള്ള ജ്ഞാനത്താൽ നിറച്ചു. നാമും ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ എന്തിലാണോ നാം അറിവില്ലാത്തവരായി ജ്ഞാനമില്ലാത്തവരായിരിക്കുന്നത്, അതിനെ ദൈവം വിശാലമായി നൽകും. ദൈവവചനം ഉടനീളം നാം നോക്കുമ്പോൾ ശലോമോൻ്റെ സദൃശവാക്യങ്ങളിൽ തൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ പാസ്റ്റിൽ എവിടെയെല്ലാമാണോ നാം ജ്ഞാനമില്ലാത്തവരായി പ്രവർത്തിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ മതിയായ ജ്ഞാനം ഇല്ലെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കാം. ആർക്കുമില്ലാത്ത ദൈവിക ജ്ഞാനത്താൽ അവിടുന്ന് നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ്. ഇവയെല്ലാം ദൈവഭക്തിയിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.